കാഴ്ചയിൽ തന്നെ ആരെയും കൊതിപ്പിക്കുന്ന ശരീരഭംഗിയാണ് മക്കാവുകൾക്കുള്ളത്. നീല, മഞ്ഞ, പച്ച, ചുവപ്പ് എന്നിങ്ങനെ പ്രകൃതിയിലെ എല്ലാ വർണ്ണങ്ങളും ചാലിച്ചെടുത്തതുപോലെയുള്ള തൂവലുകളാണ് ഇവയുടേത്. ലോകത്തിൽ പലതരം മക്കാവുകളുണ്ടെങ്കിലും ഇവയുടെ എല്ലാം പൊതുവായ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവരുടെ നീളമുള്ള വാലുകളാണ്. ഇനി ഇവരുടെ ശരീരഘടനയിലേക്ക് നോക്കിയാൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇവരുടെ വലിയ വളഞ്ഞ കൊക്കുകളാണ്. കണ്ടാൽ ഒരു ഇരുമ്പ് കൊളുത്ത് പോലെ തോന്നിപ്പിക്കുന്ന ഈ കൊക്കുകൾക്ക് അസാധ്യ ശക്തിയാണുള്ളത്. കാട്ടിലെ ഏറ്റവും കട്ടിയേറിയ ബ്രസീൽ നട്ട്സിന്റെ തോടുകൾ പോലും ഇവർക്ക് ഒരു സെക്കൻഡ് കൊണ്ട് കടിച്ചു പൊട്ടിക്കാൻ കഴിയും. മാത്രമല്ല ഇവരുടെ കാലുകളുടെ ഘടനയും പ്രത്യേകതയുള്ളതാണ്. 2 വിരലുകൾ മുന്നോട്ടും 2 വിരലുകൾ പിന്നോട്ടും ഇരിക്കുന്ന രീതിയിലാണ് ഇവരുടെ കാലുകൾ ഉള്ളത്. മരച്ചില്ലകളിൽ വഴുതിപ്പോകാതെ ശക്തമായി പിടിച്ചിരിക്കാനും ആഹാരം കൈകളെപ്പോലെ പിടിച്ചു കഴിക്കാനും ഈ കാലുകൾ ഇവരെ സഹായിക്കുന്നു. ആൺപെൺ വ്യത്യാസം. മക്കാവുകളിൽ ആൺപക്ഷിയെയും പെൺപക്ഷിയെയും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം മറ്റു പല പക്ഷികളെയും പോലെയല്ല മക്കാവുകളിൽ ആൺപക്ഷിക്കും പെൺപക്ഷിക്കും ഒരേ നിറവും ഒരേ രൂപഘടനയുമാണ് ഉള്ളത്. എങ്കിലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ചില ഇനങ്ങളിൽ ആൺപക്ഷികൾക്ക് പെൺപക്ഷികളെക്കാൾ ഒരല്പം വലിപ്പ കൂടുതലുള്ളതായി കാണാം. ശബ്ദത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടുപേരും ഒരുപോലെ ഉച്ചത്തിൽ നിലവിളിക്കുന്നവരാണ്. കാട്ടിൽ കിലോമീറ്ററുകൾ അകലേക്ക് വരെ കേൾക്കാവുന്ന തരത്തിൽ ഉഗ്രൻ ശബ്ദമുണ്ടാക്കാൻ ഇവരിൽ രണ്ടുപേർക്കും ഒരേപോലെ കഴിയും. പ്രജനനം. മക്കാവുകളുടെ പ്രജനനകാലം പ്രധാനമായും ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ്. ആമസോൺ കാടുകളിലെ വൻമരങ്ങളുടെ പൊത്തുകളിലാണ് ഇവർ കൂടുകൂട്ടാറുള്ളത്. സാധാരണയായി പെൺമക്കാവുകൾ 2 മുതൽ 3 വരെ വെളുത്ത നിറമുള്ള മുട്ടകളാണ് ഇടാറുള്ളത്. ഏതാണ്ട് 25 മുതൽ 28 ദിവസങ്ങൾ വരെയാണ് ഈ മുട്ടകൾ വിരിയാനെടുക്കുന്ന കാലതാമസം. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മന തോലുകളൊന്നും ഉണ്ടാകാറില്ല. പൂർണ്ണമായും കാഴ്ചയില്ലാത്ത വെളുത്ത അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള ഒരു ചെറിയ മാംസപിണ്ഡം പോലെയാണ് ഇവരുടെ കുഞ്ഞുങ്ങൾ ജനിക്കുക. ജനിച്ചതിന് ശേഷം ഏതാണ്ട് 10 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവരുടെ കണ്ണുകൾ തുറക്കുന്നത്. പിന്നീട് മാസങ്ങളെടുത്താണ് ശരീരത്തിൽ മനോഹരമായ വർണ്ണത്തൂവലുകൾ വളർന്നു വരുന്നത്. ഭക്ഷണ രീതി. പൂർണ്ണമായും സസ്യഭുക്കുകളായ പക്ഷികളാണ് മക്കാവുകൾ. കാട്ടിൽ നിന്നും ലഭിക്കുന്ന പലതരം പഴങ്ങൾ, പരിപ്പുകൾ, മരങ്ങളുടെ വിത്തുകൾ, ഇലകൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. മറ്റു പക്ഷികൾക്ക് കടിച്ചു പൊട്ടിക്കാൻ കഴിയാത്ത വലിയ കായകൾ പോലും തങ്ങളുടെ ശക്തമായ കൊക്കുകൾ ഉപയോഗിച്ച് ഇവർ വളരെ എളുപ്പത്തിൽ ആഹാരമാക്കുന്നു. കാണപ്പെടുന്ന ഇടം. ഈ വർണ്ണസുന്ദരന്മാരുടെ യഥാർത്ഥ സ്വദേശം എവിടെയാണെന്നറിയാമോ? മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലുമുള്ള ആമസോൺ മഴക്കാടുകളിലാണ് ഇവ പ്രകൃതിദത്തമായി കാണപ്പെടുന്നത്. ഇവ നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ കാടുകളിൽ പ്രകൃതിദത്തമായി കാണപ്പെടുന്ന പക്ഷികളല്ല. കാരണം ഇവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ നിബിഡമായ മഴക്കാടുകളും പ്രത്യേക ട്രോപ്പിക്കൽ കാലാവസ്ഥയും അവിടെയാണുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തിൽ മക്കാവുകളെ വളർത്തുമൃഗങ്ങളായി ഒരുപാട് ആളുകൾ സ്നേഹത്തോടെ വീട്ടിൽ വളർത്തുന്നുണ്ട്. മക്കാവുകളെ കുറിച്ച് അത്ഭുതപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ കേട്ടാലോ? മണ്ണുതീറ്റ ശീലം. 100 കണക്കിന് മക്കാവുകൾ ഒന്നിച്ചു വന്ന് നദീതീരങ്ങളിലെ കളിമണ്ണ് തിന്നുന്ന ഒരു വിചിത്ര ശീലമുണ്ട്. ഇവർ കഴിക്കുന്ന ചില വിത്തുകളിലെ വിഷാംശം ഇല്ലാതാക്കാനും ശരീരത്തിന് ആവശ്യമായ ലവണങ്ങൾ ലഭിക്കാനുമാണ് ഇവർ മണ്ണ് കഴിക്കുന്നത്. മനുഷ്യനേക്കാൾ ആയുസ്. പക്ഷികളുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുസുള്ളവരിൽ മുന്നിലാണ് മക്കാവുകൾ. നല്ല പരിചരണം ലഭിച്ചാൽ 60 മുതൽ 80 വർഷം വരെ ഇവർക്ക് ജീവിക്കാൻ കഴിയും. മാതൃകാ ദാമ്പത്യം. വന്യജീവി ലോകത്തെ യഥാർത്ഥ പ്രണയിതാക്കളാണിവർ. ജീവിതത്തിൽ ഇവർ ഒരു പങ്കാളിയെ മാത്രമേ തിരഞ്ഞെടുക്കൂ. ഒരു പങ്കാളി മരിച്ചാൽ പോലും പലപ്പോഴും ഇവർ അടുത്തൊരു പങ്കാളിയെ കണ്ടെത്താതെ ബാക്കി ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കും. കാഴ്ചയിലെ ഭംഗി കൊണ്ട് മാത്രമല്ല തങ്ങളുടെ മാതൃകാപരമായ ജീവിതം കൊണ്ടും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പക്ഷികളാണ് മക്കാവുകൾ. എന്നാൽ ഇന്ന് കാടുകൾ നശിക്കുന്നതും നിയമവിരുദ്ധമായ വേട്ടയാടലും കാരണം ഇവരിൽ പല ഇനങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ഈ മനോഹരമായ ജീവികളെ സംരക്ഷിക്കേണ്ടത് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ്. ഇന്നത്തെ ഈ മക്കാവുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ഈ ചാനലിന് നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു തകർപ്പൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.